ഇപ്പൊ എന്തിനാ ആവശ്യമില്ലാതെ ഈ സീമന്തമൊക്കെ ചെയ്യാൻ പോകുന്നത്? അല്ല, ഇപ്പൊ എന്ത് പറഞ്ഞാലും കുഞ്ഞിന് കേൾക്കാൻ പറ്റുന്ന പറയാറ്. എന്തെങ്കിലും പറ. സ്വന്തത്തിലുള്ള ആരെയും നീ വിശ്വസിക്കരുത്. ഇങ്ങനെയൊക്കെയാണ് പറയാൻ പറഞ്ഞത്? എനിക്ക് അറിയുന്നില്ല, എനിക്ക് പറയാൻ പറ്റൂ. ഞാനെന്നാ ഇറങ്ങാം ആന്റി. എന്നാ ശരി അമ്മന. അല്ല മോളെ, ഒരുപാട് ലേറ്റായില്ലേ? ഇവിടെ താമസിച്ചിട്ട് നാളെ രാവിലെ. ഇല്ല ആന്റി, ഇപ്പൊ വേണ്ട, എനിക്ക് പോണം. ആയിക്കോട്ടെ, കിടക്കാനുള്ള സൗകര്യമൊന്നുമില്ല. കുഴപ്പമില്ല മോളെ. അയ്യോ, അതുകൊണ്ടൊന്നല്ല ആന്റി. നിൽക്ക്, നമുക്ക് കുറച്ച് സംസാരിക്കാലോ. ശരി, അങ്ങനെ ആവട്ടെ. ഏയ്, എന്തിനാ യമുന നീ ഇവിടെ ഒന്ന് കിടക്കുന്നത്? നിന്നെ കൊതു കടിക്കില്ലേ? നിങ്ങളുടെ ഗേൾഫ്രണ്ട് അവിടെ സുഖമായിട്ട് തന്നെ കിടക്കുന്നത്. ടെൻഷൻ അടിക്കണ്ട. അയ്യേ, എനിക്കങ്ങനെയൊന്നുമില്ല. ഞാൻ കണ്ടിരുന്നു അവൾക്ക് കിടക്കാനുള്ള ബെഡൊക്കെ വിരിച്ചു കൊടുക്കുന്നത്. അത് പിന്നെ വീട്ടിൽ ഗസ്റ്റ് വന്നാൽ നമ്മളല്ലേ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് തിരിഞ്ഞു നോക്കി, നന്നായിട്ട് നോക്കി. നിങ്ങളുടെ മനസ്സിൽ അവളോട് ഇപ്പോഴും കുറച്ച് സ്നേഹമില്ലേ? ചുമ്മാ അനാവശ്യം പറയല്ലേ. ഇല്ലാന്ന് പറയുന്നില്ലല്ലോ. ഞാൻ നിന്നെ മാത്രമല്ലേ സ്നേഹിക്കുന്നത്. ആ മതി മതി. I love you, dear. അയ്യോ, പേടിച്ചോയി. ആദ്യമായിട്ടത് കേൾക്കുന്നത്. നിന്റെ വായിന്ന് ഇങ്ങനെ ഒരു വാക്കേ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഐ ലവ് യു. എന്റെ പൊന്നെ, എന്തൊരു റൊമാൻസ്. ഇങ്ങനെ ഒരു ജീവിതം ആവശ്യമാണോ? പൂട്ടിയ റൂമിന്റെ ഉള്ളില് ഭ്രാന്തനെ പോലെ സ്വയം സംസാരിച്ചോണ്ടിരിക്കുന്നു. ഞാൻ എന്താ നിങ്ങളുടെ അമ്മയോടൊന്നും പറയാതിരിക്കുന്നെന്നറിയാമോ? അവർക്ക് നിങ്ങളാണ് അവരുടെ ചേട്ടനെ കൊന്നേന്നറിഞ്ഞോ? പണം ഒരുത്തനെ പണക്കാരനുമാക്കും, അതേ പണം ഒരുത്തനെ ഭ്രാന്തനുമാക്കി മാറ്റും. പണം ഒരുത്തനെ പണക്കാരനുമാക്കും, അതേ പണം ഒരുത്തനെ ഭ്രാന്തനുമാക്കി മാറ്റും. എന്താളിയാ, നിനക്ക് സത്യവും മിഥ്യൊന്നും മനസ്സിലാവുന്നില്ല? എല്ലാവരും നിന്നെ ഭ്രാന്തൻ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നു അല്ലേ? നീ തനിച്ച് സംസാരിക്കാൻ തുടങ്ങിയോ? നീ ഒരു നല്ല സൈക്കാട്രിസ്റ്റിനെ പോയി കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതളിയാ. എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഞാൻ നിന്നോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? എന്റെ കുടുംബം ഇപ്പൊ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ കണ്ടില്ലേ? എന്തിനാണ് നിനക്ക് പണത്തോട് ഇത്ര ആർത്തി? എന്റെ കൊലയ്ക്ക് നീ കാരണമായില്ലേടാ? വാ, എന്റെ കൂടെ നീ വന്നേക്ക്. വാ വാ വാടാ, വാ വരാൻ. രമേശ്,
എത്ര സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞതാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നു. നിനക്ക് ഞാനുണ്ടായിരുന്നു, എനിക്ക് നീ ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പൊ നിനക്ക് ആരുടെ ഉള്ളത്? എല്ലാവരും കാട്ടിലും നിനക്ക് എങ്ങനെയാണ് പണം വരുതായത്? നിന്റെ കയ്യിൽ നിന്ന് ആ പണം ഞാൻ എടുത്തത് എനിക്ക് സ്വന്തമായിട്ടൊരു സന്തോഷ ജീവിതം നയിക്കാൻ വേണ്ടി ആയിരുന്നില്ല അളിയ. ആ ഓഫീസർക്ക് ഈ പണം തിരിച്ചു കൊടുത്തിട്ട് എന്റെ അച്ഛൻ കള്ളനല്ലെന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ എനിക്ക് സ്ഥാപിക്കണം. അത്രേ ഉള്ളൂ. എന്നാ നിന്റെ സമാധാനം കളഞ്ഞ് ഭ്രാന്ത് പിടിച്ച് നശിച്ചാലേ അത് നടക്കാൻ പാടുള്ളൂ എങ്കിൽ അതാവശ്യമില്ല അളിയ. അതുകൊണ്ട് എന്റെ അച്ഛന്റെ ജീവൻ തിരിച്ചു വരാനൊന്നും പോകുന്നില്ലല്ലോ. ഞാൻ ബാക്കി പണം കൂടി നിന്റെ കയ്യിൽ കൊണ്ട് തരാളിയാ. നീ തന്നെ സൂക്ഷിച്ചോ. വരട്ടടാ. ആന്റി, എന്നോട് ക്ഷമിക്കാൻറ്റി. അത്യാഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തു പോയ തെറ്റായത്. മാമ സൂയിസൈഡ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ട് പണം തിരിച്ചു കൊടുക്കാന്നാ ഞാൻ വിചാരിച്ചേ. എന്നാ മാമൻ ഇങ്ങനെ ചെയ്യുമെന്ന്. എന്നോട് ക്ഷമിക്കാൻറ്റി. രമേഷ്, നിന്റെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് അർഹതയില്ല. എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കില്ലേ? ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു. ആരും എന്നെ തിരുത്താനുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. സോറിടാ, സോറി.